സംസ്ഥാനത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പാക്കുന്നതോടെ സാധാരണ പ്രവർത്തകരെക്കാളും പിണറായി വിജയൻ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഒരുപാട് തട്ടിപ്പുകളിൽ പ്രതിസ്ഥാനത്ത് നിന്നിട്ടുണ്ടെങ്കിലും ഭരണത്തിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു വരികയാണ്. എന്നാൽ ആ ആനുകൂല്യം ജനങ്ങൾ ഇനി നൽകില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ ഭരണമാറ്റം. ശബരിമല ശ്രീ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവരെ ഒളിപ്പിച്ചു വച്ചത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വൈകാരിക വിഷയമാണ്. അതൊരു പ്രതികാരത്തിനും കാരണമായിട്ടുണ്ട്. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു SIT അന്വേഷിക്കുന്നത് കൊണ്ട് ആർക്കും കൂടുതൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി പടിയിറങ്ങുന്നതോടെ അദ്ദേഹത്തിന് വരാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒന്നാമത്തേത് വയനാട്ടിലെ ടൗൺഷിപ്പ് തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളുടെ പേരിൽ പിരിച്ചെടുത്ത പണം പുട്ടടിച്ച മുഖ്യമന്ത്രിക്ക് ഇനി ചിന്തിക്കാൻ പോലും സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ പറയാൻ CPM-നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ സൈബർ ടീമിനെ ഏൽപ്പിച്ചത് ഒറ്റ കാര്യമാണ്: വയനാട്ടിൽ വീട് കൊടുക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിനെ തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു. ആകെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കൂടി പാവങ്ങൾ പിരിച്ചെടുത്തത് വെറും 5.5 കോടി രൂപയാണ്. അതും ഒരു ആപ്പ് വഴി. എല്ലാ തെളിവുകളും കയ്യിലുണ്ട്. അതിൽ തന്നെ 3.5 കോടി രൂപ സ്ഥലമെടുക്കാൻ ചെലവായി കഴിഞ്ഞു. ബാക്കിയുള്ള തുകയുടെ കണക്കുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെല്ലാം കാണിച്ചു കൊടുത്തതുമാണ്. എന്നിട്ടും കോൺഗ്രസിനെ ഏറ്റവും ക്രൂരമായി CPM-കാർ ആക്രമിച്ചു. വയനാട്ടിലെ ഫണ്ട് തട്ടിച്ചത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ കോൺഗ്രസ് നടത്തുന്നത് എന്നുവരെ പറഞ്ഞു നടന്നു. അതിന് പാട്ടുണ്ടാക്കി, റീൽസുകൾ ഉണ്ടാക്കി, വൃത്തികെട്ട രീതിയിൽ അവഹേളിച്ച് കമൻ്റിട്ടു. എന്നാൽ വലിയൊരു ദൈവനിയോഗം പോലെ അത് പിണറായി വിജയനെ ജയിലിൽ കയറ്റാനുള്ള പാകത്തിലുള്ളൊരു കേസായി മാറുകയാണിപ്പോൾ. അതായത് വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് ഒന്ന് തല ചായ്ക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ സഹായത്തോടെ ഈ ടൗൺഷിപ്പ് തുടങ്ങാൻ തീരുമാനിച്ചത്. അതിനായി സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചത് 750 കോടി രൂപയാണ്. എന്നിട്ടും വീടുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും കൂടി ഈ പണം വകമാറ്റി ചെലവഴിച്ചു. അതിലേറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നതും ഒരുപക്ഷെ പിണറായി വിജയൻ അടക്കമുള്ളവർ ജയിലിൽ കിടക്കാൻ പോകുന്നതിനുമുള്ള കാരണം ഇതായിരിക്കും. അതായത് 410 വീട് നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ 299 കോടി രൂപയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ കമ്പനി തന്നെ എന്ന് വിശേഷിപ്പിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണിയേൽപ്പിച്ചത്. അതിന് കാര്യമായ ഒരു ടെൻഡറൊന്നും വിളിച്ചില്ല എന്നാണ് വേറെ പറയുന്നത്. നല്ലൊരു തുക ആദ്യം തന്നെ അവർക്ക് അനുവദിച്ച് നൽകുകയും ചെയ്തു. എന്നിട്ട് ഇന്നും സംഭവം നടന്ന് 2 വർഷമാകാൻ ഇനി 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴും അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുൻപേ ധൃതി പിടിച്ച് താക്കോൽ കൊടുത്ത കുറച്ച് വീടുകളിൽ ചോർച്ച കാരണവും പണി തീരാത്തത് കാരണവും ഇതുവരെ അവിടെ താമസിക്കാനും കഴിഞ്ഞിട്ടില്ല. ആ വീടിൻ്റെ സാധന സാമഗ്രികൾ അത് പലതും തല്ലിപ്പൊളി സാധനങ്ങളാണ് എന്ന് അറിയുന്നവരെല്ലാം പരാതി നൽകി കഴിഞ്ഞു. ഇനി അതിൻ്റെ കണക്കുകളിലേക്ക് വരുമ്പോഴാണ് പലരും അകത്തു പോകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. അതായത് 410 വീട് നിർമ്മിക്കാൻ 299 കോടി രൂപയ്ക്കാണ് ഊരാളുങ്കലിനെ സർക്കാർ ഏൽപ്പിച്ചത്. സർക്കാർ പറയുന്ന പ്രകാരം ഈ തട്ടിക്കൂട്ട് വീടിന് 20 ലക്ഷമായി അല്ലെങ്കിൽ 25 ലക്ഷമായി എന്നൊക്കെയാണ് പറയുന്നത്. ഒക്കെ ശരി. സർക്കാർ പറഞ്ഞ കണക്ക് പ്രകാരം എല്ലാ നക്കലും മുക്കലും കഴിഞ്ഞ് വീടിന് ചെലവായാൽ തന്നെ 410 വീടിന് ഒരു 102 കോടി രൂപ വരും. സർക്കാരിനായതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ വലിയ ചിലവൊന്നുമില്ല. റോഡ് കാര്യങ്ങൾ അടങ്ങിയ എല്ലാം തന്നെ അത് ഉണ്ടാക്കിയാൽ അതിലും എല്ലാ തട്ടിപ്പും നടത്തിക്കഴിഞ്ഞാൽ ഒരു 50 കോടിക്ക് അത് സുഖസുന്ദരമായി ഉണ്ടാക്കാം. അങ്ങനെ 150 കോടി രൂപയ്ക്ക് എല്ലാം കഴിഞ്ഞ് താക്കോലും നൽകി പോകാം അവർക്ക്. അതിനാണ് 299 കോടി രൂപയ്ക്ക് ഊരാളുങ്കലിന് നൽകിയത്. അതായത് ചെലവാക്കിയതിനേക്കാളും കൂടുതൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് തെളിയാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കാൻ എളുപ്പവഴികളെല്ലാം ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. അതായത് മുസ്ലിം ലീഗ് വീട് നൽകിയിരിക്കുന്നു വയനാട്ടിൽ. സർക്കാർ 2 ബെഡ്റൂം മാത്രമുള്ള വീട് വെറും 7 സെൻറ്റിൽ ഒരു ഫർണിച്ചർ റൂമില്ലാതെ തട്ടിക്കൂട്ടി പാവങ്ങൾക്ക് നൽകിയപ്പോൾ മുസ്ലിം ലീഗ് കൊടുത്തത് അത്ഭുതപ്പെടുത്തുന്നതാണ്. 8 സെൻറ്റിൽ 3 ബെഡ്റൂമോടുകൂടി ഫുൾ ഫർണിഷ്ഡായി നൽകുകയായിരുന്നു മുസ്ലിം ലീഗ് ചെയ്തത്. അങ്ങനെ ആ കൊട്ടാരത്തിന് ചെലവായ തുകയും ഈ വീടിന് ചെലവായ തുകയും തമ്മിൽ വ്യത്യാസം കണക്കാക്കുമ്പോൾ അറിയാം മുക്കിയതത്ര നക്കിയതത്ര എന്നുള്ള കാര്യം. അതും കഴിഞ്ഞ് പരാതികൾ തുരുതുര വരാൻ പോകുകയാണ്. യൂത്ത് കോൺഗ്രസിനെയെല്ലാം ഇവർ വേദനിപ്പിച്ചതിന് കണക്കില്ല. എന്തു തന്നെയായാലും അവരുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ഉറപ്പാണ്. അപ്പോൾ അവിടെ കെട്ടിയിരിക്കുന്ന വീടിന് ചെലവായത് എത്രയാണെന്ന് വിശദമായ പരിശോധന നടത്തേണ്ടി വരും.
നല്ല അറിയാവുന്ന സിവിൽ എഞ്ചിനീയർമാരെ അണിനിരത്തി കണക്കെടുത്താൽ ഈ തട്ടിക്കൂട്ട് വീടിൻ്റെ ചെലവായ തുക നന്നായി അറിയാം. അത് നാടറിയും. 25 ലക്ഷത്തിൻ്റെ വീടിന് ചെലവാക്കിയ കണക്കും അറിയും. അത് പ്രകാരം 410 വീടുകൾക്ക് ചെലവായ കണക്കും അറിയുമ്പോൾ ഈ പാവങ്ങളുടെ 299 കോടി രൂപയിൽ എത്ര പണം ഊരാളുങ്കൽ മുക്കിയെന്നും അതിൽ എത്ര രൂപ മുഖ്യമന്ത്രി ക്രമക്കേടിന് കൂട്ടുനിന്നു എന്നുമെല്ലാം മനസ്സിലാകുമ്പോൾ അടുത്ത നടപടി ജയിലിൽ പോകുക, കോടതി കയറുക എന്നുള്ളതാണ്. അതിന് മുകളിൽ കേരളം മുഴുവൻ മുഖ്യമന്ത്രിയുടെ പടം വച്ച് ബോർഡ് നിർമ്മിച്ചതിനുള്ള കേസും വേറെ വരാനിരിക്കുകയാണ്. അതെല്ലാം സർക്കാരിൻ്റെ ഈ പാവങ്ങളുടെ പണമെടുത്ത് നടത്തിയ സംഭവങ്ങളാണ്. ഈ കരാർ നൽകിയ തുകയും അവിടെ ചെലവാക്കിയ തുകയും എത്ര വ്യത്യാസമുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അത് സർക്കാർ തങ്ങളുടേതാണ് എന്നുള്ള പിൻബലത്തിൽ ഇങ്ങനെയുള്ള തട്ടിപ്പിൽ നിന്നെല്ലാം ഇതുവരെ രക്ഷപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ ഭരണം മാറിയാൽ പാവങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന ആ പണം എടുത്ത് ജീവൻ്റെ വിലയെടുത്ത് മുങ്ങിയ കാട്ടുകള്ളന്മാരെ പൊക്കും എന്നുള്ളതാണ് UDF സർക്കാർ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് വഴിയൊരുക്കാൻ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അഴിമതിക്കാർക്ക് ജയിലൊരുങ്ങുകയാണ് കേരളത്തിൽ.